ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ, സോറി. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം കൊച്ചേച്ചി ഫാമിലിയിലെ ഓണാഘോഷത്തിൽ പങ്കെടുക്കാനാണ്. ഞാൻ ആദ്യം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ഈ വളർച്ചയിലും നിങ്ങളുടെ ഈ ഒരു ആക്റ്റീവായിട്ട് ഈ ഫാമിലിയിൽ നിൽക്കുന്നതിലും ഒപ്പം ഈ നിങ്ങളുടെ ഈ സപ്പോർട്ടിലൂടെ മാഡത്തിന് ഉണ്ടാവുന്ന ഒരു ബിസിനസ്സിൽ ഉണ്ടാവുന്ന ഒരു മാറ്റത്തിലും എല്ലാം കണ്ട് ഞാൻ ഒരുപാട് അഭിമാനം കൊള്ളുന്നു. എല്ലാവരോടും ഒരുപാട് നിങ്ങളുടെ ഒരു ചേഞ്ച് ഞാൻ എന്നും കാണുന്ന ഒരാളാണ്. തുടക്കം തൊട്ട് ഞാൻ നിങ്ങളുടെ ഫാമിലിയിൽ നേരിട്ട് വരുന്നില്ലെങ്കിലും നിങ്ങളുടെ വോയിസ് ഡെയിലി കേൾക്കുന്ന ഒരാളാണ്. അപ്പൊ നിങ്ങളുടെ സ്റ്റാർട്ടിങ് തൊട്ട് ഇന്ന് വരെയുള്ള ജേർണി എനിക്ക് അറിയാം. നിങ്ങളുടെ മാറ്റത്തില് ഒക്കെയും എനിക്ക് ഒരുപാട് നിങ്ങളോടൊക്കെ ഒരു അഭിമാനം തോന്നുകയാണ്. ഇനി നമ്മള് ഓണാഘോഷത്തെ പറ്റിയിട്ട് പറയാം. നമുക്ക് ഓണം എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, നമ്മള് ജാതിഭേദ വ്യത്യാസം ഇല്ലാണ്ട് എല്ലാവരും ഒരുപോലെ സ്നേഹത്തിലും സന്തോഷത്തിലും ഒക്കെ ആഘോഷിക്കുന്ന ഒരു നമ്മുടെ ദേശീയ ഉത്സവമാണ് ഓണം. ഈ ഓണാഘോഷം ഇന്ന് നമ്മൾ കൊച്ചേച്ചി ഫാമിലിയിൽ നമ്മൾ ഒരു വീട്ടിൽ അംഗത്തെ പോലെ എല്ലാവരും കൂടെ ഒരുമിച്ച് ആഘോഷിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഈ നമ്മളുടെ ഈ ആഘോഷത്തിലേക്ക് ഈ കുറച്ച് നിമിഷം എല്ലാവിധ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറ്റി വെച്ച് ഫുൾ എൻജോയ്മെന്റിൽ നമുക്ക് അടിച്ചു പൊളിക്കാം. അപ്പോൾ എല്ലാവരും ഞാൻ ഒരുപാട് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും നമ്മുടെ ഈ ഫാമിലിയിലത്തെ ഓണാഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യാണ്. അടുത്തായിട്ട് നമ്മുടെ മാമിനെ ഓണാശംസകൾ അറിയിക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. ഓക്കെ വിജിത, താങ്ക് യു സോ മച്ച്. വിജിത ആരാന്ന് അറിയാത്തവർക്ക് വേണ്ടി, വിജിത നമ്മുടെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജിതയ്ക്ക് ക്ലിയർ ആയിട്ട് അറിയാം. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് വിജിത പറയുന്നത്. നിങ്ങളിലെ വരുന്ന മാറ്റങ്ങളും എല്ലാം കാണുന്നുണ്ട്. ഓക്കെ, അപ്പോ എന്താ പ്രാർത്ഥനയോട് കൂടി തുടങ്ങല്ലേ? പ്രാർത്ഥന തുടങ്ങാലോ. ഞാനൊരു പാട്ട് പാടാം. യെസ്, അതാണ് ഞാൻ പറയാൻ വരികയായിരുന്നു. പാടിക്കോളാം. അറിയില്ലായിരുന്നു കേട്ടാ, ഞാൻ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായില്ല. അതുകൊണ്ടാണ് മുൻകൂർ പറയാൻ ചേട്ടാ. അതെ, ശരി. എന്ത് പറ്റി? എന്തായാലും കണ്ടതിൽ ഒരുപാട് സന്തോഷം, വന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പോ തുടങ്ങിക്കോളൂ പ്രാർത്ഥന. ദൈവമേ, അങ്ങെന്നിൽ അർപ്പിച്ച വിശ്വാസമെന്നെന്നും ഞാൻ കാത്തിടാം. ദൈവമേ, അങ്ങെന്നിൽ ഏൽപ്പിച്ച ദൗത്യങ്ങൾ അന്നു ഞാൻ ചെയ്തിടാം. ബലമേകണേ, കൃപയേകണേ, എന്നോട് ചേർന്നിടണേ. ദൈവമേ, അങ്ങെന്നിൽ അർപ്പിച്ച വിശ്വാസമെന്നെന്നും ഞാൻ കാത്തിടാം. മനസ്സിന്റെ ദൗർബല്യമേറുന്ന നേരം മനസാക്ഷി പണയപ്പെടുത്തില്ല ഞാൻ. തള്ളിക്കളഞ്ഞു നിൻ സ്നേഹം മറന്നു ഞാൻ ഒറ്റിക്കൊടുക്കാതിരിക്കാം. ബലമേകണേ, കൃപയേകണേ, എന്നോട് ചേർന്നിടണേ. ദൈവമേ, അങ്ങെന്നിൽ അർപ്പിച്ച വിശ്വാസമെന്നെന്നും ഞാൻ കാത്തിടാം. ദൈവമേ, അങ്ങെന്നിൽ ഏൽപ്പിച്ച ദൗത്യങ്ങൾ അന്നു ഞാൻ ചെയ്തിടാം. മനസ്സിന്റെ ഭാരങ്ങളേറുന്ന നേരം മദ്യപാനശീലം തുടങ്ങില്ല ഞാൻ. തള്ളിക്കളഞ്ഞു നിൻ സ്നേഹം മറന്നു ഞാൻ ഒറ്റിക്കൊടുക്കാതിരിക്കാം. ബലമേകണേ, കൃപയേകണേ, എന്നോട് ചേർന്നിടണേ. അർപ്പിച്ച വിശ്വാസമെന്നെന്നും ഞാൻ കാത്തിടാം. ദൈവമേ, എന്നിലേൽപ്പിച്ച ദൗത്യങ്ങൾ അന്നു ഞാൻ ചെയ്തിടാം. ബലമേകണേ, കൃപയേകണേ, എന്നോട് ചേർന്നിടണേ. ബലമേകണേ, കൃപയേകണേ, എന്നോട് ചേർന്നിടണേ. താങ്ക് യു ഷെളി മാം. നന്നായിട്ട് പാടുന്നത് നമ്മുടെ ടീമിലെ. എന്താ അഭിപ്രായം? എല്ലാവരും പറയൂ. നല്ലതായിരുന്നു. അടിപൊളിയായിട്ട് പാടി. നന്നായിട്ട് പാടിട്ടോ. പള്ളിയിലൊക്കെ പാടുന്ന ആളാന്ന് തോന്നുന്നുണ്ട് അല്ലേ കേട്ടിട്ട്. പാട്ട് ചേച്ചി, ഈ പാട്ട് എനിക്കൊന്ന് എഴുതിയിട്ട് അയച്ചു തരണേ.
ശരി ശ്രീജയെ കൊണ്ട് തോറ്റു. ഇനി ശ്രേണിക്ക് പണിയായി. നല്ല അർത്ഥവത്തായ പാട്ട് അല്ലേ ശ്രീജ? ഓക്കെ. അപ്പോ ഇനി എന്താണ് അടുത്തതായിട്ട് ഓണം മെസ്സേജ് നമ്മുടെ സീനിയർ മെമ്പർ ഭവാനി മാം? അത് ശരി 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 ശരി. അപ്പൊ ഓണത്തിന്റെ സന്ദേശമാണ് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പൊ ഇതിനെപ്പറ്റി നമ്മൾ ഓണത്തിനെ പറ്റി 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഓണം കേരളത്തിലെ ഓണം എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നു പണ്ടൊരു കാലത്ത്. പക്ഷെ ഇപ്പോ കേരളത്തിന്റെ മാത്രമല്ല ആഘോഷം നമ്മൾ ലോകം മൊത്തം ഈ കേരളത്തിലെ ആൾക്കാരല്ലേ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പോയിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഒരു ഉത്സവമാണ് ഓണം. മഹാബലി തമ്പുരാന്റെ ഓർമ്മകളും സമത്വത്തിനും സ്നേഹത്തിനും സന്ദേശം മാത്രമല്ല അത് നമ്മൾ ഓർമ്മിപ്പിക്കുന്നുവെങ്കിലും ഓണം എന്ന് പറയുമ്പോൾ സാഹോദര്യവും സ്നേഹവും അതുപോലെ തന്നെ കുടുംബത്തിലെ ഒത്തൊരുമയും അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും വളരെയധികം സന്തോഷത്തോടു കൂടി ആഘോഷിക്കുന്ന ഒരു ദേശീയ ഉത്സവമായിട്ടാണ് ഓണത്തിനെ നമ്മൾ കരുതുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാവരുടെ കുടുംബങ്ങൾക്കും എന്റെ ആശംസകൾ, ഓണാശംസകൾ നേർന്നുകൊണ്ട് നന്ദി പറയുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഈ വർഷം 2026 ഓണം എന്നും ഓർമ്മയിൽ തന്നെ ഇരിക്കട്ടെ. ഞാൻ 70ാമത്തെ ഓണാണ് ഈ ആഘോഷിക്കുന്നത്. അപ്പോ നിങ്ങളെ പോലെയല്ല, ഞാൻ ഒരുപാട് ഓണം ഉണ്ട ആളാണ്. അതുകൊണ്ട് എല്ലാവർക്കും ആദ്യം ഓണത്തിന്റെ ആശംസ. ഈ സാഹോദര്യം എന്നും നിലനിൽക്കട്ടെ നമ്മുടെ ഗ്രൂപ്പിലും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി എന്നതാ വേണ്ട? പിന്നെ മാഡത്തിന്റെ 70 ഓണം ഉണ്ട ആൾക്ക് ഏറ്റവും ഓർമ്മയുള്ള ഒരു ഓണത്തെ പറ്റിയിട്ടൊന്ന് പറയൂ. ഓർമ്മ എന്ന് പറയാൻ ഞാനുണ്ടല്ലോ, എന്റെ ചെറുപ്പകാലം എന്ന് പറയുന്നത് എനിക്ക് ഓണത്തിന്റെ ഓർമ്മകളാണ് മെയിൻ ആയിട്ട്. അതായത് ഞങ്ങൾ ഒരു വർഷം ഓണം വരാൻ വേണ്ടി കാത്തിരുന്ന് ഓണം ആഘോഷിക്കുന്ന ഒരു കുടുംബത്തിലെ അംഗങ്ങൾ. അത് ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലാണ് ഞാൻ ജനിച്ചത്. അപ്പൊ അവിടെ 5 ദിവസവും ഭയങ്കര ഓണക്കളിയും അതുപോലെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുകയും പഴം പപ്പടം ഉപ്പേരി എല്ലാം ഒരു മുറി നിറച്ചുണ്ടായിരിക്കും. അതെല്ലാം കൂട്ടുകാരുടെ കൂടെ സന്തോഷിച്ച് ഊഞ്ഞാലാട്ടം വെള്ളത്തിൽ ചാട്ടം എല്ലാം കളികളും കളിച്ച് സന്തോഷത്തോടെ ഒരു 5 ദിവസം അടിച്ചു പൊളിക്കുന്ന കാലാണ് ഈ ഓണക്കാലം എന്ന് പറയുന്നത്. അപ്പൊ ഓണക്കാലത്ത് ആരും വഴക്ക് പറയില്ല കളിക്കാൻ പോണാല്. അല്ലാത്ത സമയത്ത് കളിക്കാൻ പോയാല് എപ്പോഴും വഴക്ക് പറയും. കാരണം പണികൾ എടുക്കണം, കൃഷി സ്ഥലങ്ങളുണ്ട് കുറെ, അപ്പൊ അതിലേക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതുകൊണ്ട് അമ്മ പറയും ഇത് വേഗം ചെയ്തു. പിന്നെ പശുക്കളുണ്ട്, പിന്നെ പൂട്ടുന്ന മൃഗങ്ങളുണ്ട്. അങ്ങനെ വീട്ടിൽ തന്നെ ഒരു 5-6 മൃഗങ്ങളുണ്ടാവും. അവർക്ക് പുല്ല് പറിച്ചു വെക്കണം. അപ്പൊ 2 മണിക്ക് മുന്നേ എല്ലാം ചെയ്തു വെക്കണം. കുറെ കറികളൊക്കെ ഉണ്ടാക്കി വെക്കണം, കളിക്കാൻ പോകണം. ഇതാണ് ഓണക്കാലത്തെ ഞങ്ങളുടെ ഓർമ്മ. അമ്മ ഒരുപാട് കറി വെക്കും. അതുപോലെ തന്നെ ഉപ്പേരി പഴം ഇതെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കണം. ഇപ്പോഴല്ലേ നമ്മളെല്ലാം കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത്. അപ്പൊ എല്ലാം റെഡിയാക്കി വെക്കും. പിന്നെ കളിക്കാൻ പോകാന്ന് പറഞ്ഞാൽ വീട്ടിലല്ല കളിക്കുന്നത്, അടുത്തൊരു വീട്ടിലുണ്ടായിരിക്കും കളി, ഓണക്കളി ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഓണം കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടല്ലോ. ഞാനിവിടെ പറഞ്ഞതാ. ഓക്കെ. അപ്പൊ ഈ കളിക്കാൻ പോകുന്ന സ്വന്തമായിട്ട് വീട്ടിലല്ല, നമ്മുടെ കൂട്ടുകാരുടെ കൂടെ പോവും, അടുത്ത വീട്ടിൽ പോവും. അവിടെ ഏതെല്ലാം കളികൾക്കാണ് അവരുടെ താല്പര്യം അതനുസരിച്ച് അവിടെ അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള കളികളാണ്. അപ്പൊ ആ കളികള് ഇപ്പോഴത്തെ എന്നാ പറയുക തിരുവാതിരക്കളി, അതുപോലെ ഒരുപാട് തരം കളികൾ ഞങ്ങളെല്ലാം കളിച്ച് 5 മണി വരെ കളിച്ച് വിശന്ന് വീട്ടിലേക്ക് വരും. പിന്നെ പിറ്റേ ദിവസത്തെ കാര്യങ്ങളെല്ലാം ചെയ്യും. അത് വളരെ ഒരു ഓർമ്മയാണ്. അത് ഞാൻ 25 വയസ്സ് വരെ അത് ആഘോഷിച്ചതാണ്. 25 വയസ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് കോട്ടയത്തേക്ക് മാറി. അവിടെ ഈ സാധനങ്ങളൊന്നുമില്ല, കളിയില്ല, ഒന്നുമില്ല. ആകെ തിരുവോണത്തിന്റെ അന്ന് ഒരു സദ്യയുണ്ട്. ഇതാണ് കോട്ടയത്തെ ആൾക്കാരുടെ ഓണം എന്ന് പറയുന്നത്. ആ സദ്യക്ക് വേണ്ടി ഒരു കുറെ 20 കൂട്ടം കറിയൊക്കെ വെക്കും, പായസം പപ്പടം അതൊക്കെ വെക്കും. എന്നിട്ട് ആ ഒരു ദിവസമുള്ളൂ, പിന്നെ ഒരു പരിപാടിയും ഇല്ല. പിന്നെ ഓണക്കോടി എല്ലാവർക്കും ഉണ്ടാവും. മറ്റേത് അങ്ങനെയല്ല, മറ്റേത് നമ്മൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനുണ്ടല്ലോ കോട്ടയത്തെ ഓണം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ നിവൃത്തിയില്ലല്ലോ, അങ്ങനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോവുക. ഇനിയിപ്പോ 70 ഓണം ഉണ്ട് എന്ന് പറഞ്ഞതില് 25 ഓണമാണ് ഞാൻ ശരിക്കും ആഘോഷിച്ചിട്ടുള്ളത്. മറ്റേതല്ല, കല്യാണം കഴിഞ്ഞ് പോകുന്നില്ലേ, അവരുടെ വീട്ടിൽ ചെന്നിട്ട് പണി ചെയ്യണ്ടേ, എന്തുമാത്രം പണി ചെയ്യണം. അവര് വലിയ കുടുംബത്തിലെ ആൾക്കാരാ. അപ്പൊ അവരെല്ലാവരും ഓണത്തിന്റെ തന്നെ വീട്ടിലേക്ക് വരും. പെങ്ങന്മാര് 4 പേര് 3 പേരും അവരുടെ കുടുംബവും എല്ലാവരും കൂടി വരും. അപ്പൊ ഒരു 25-30 പേരുണ്ടായിരിക്കും. അവർക്കൊക്കെ സദ്യ ഉണ്ടാക്കണം എന്റെ ജോലിയാണ്. മൂത്ത മരുമകളാണ് ഞാൻ. അങ്ങനെ ഓണം എന്ന് പറഞ്ഞാൽ സങ്കടപ്പെടുന്ന ഒരു ദിവസമാണ് എന്റെ ഇവിടുത്തെ. പിന്നെ ഞാൻ വേറെ ശേഷമാണ് ശകലമൊക്കെ ഒരു റിലാക്സ് കിട്ടിയിട്ടുള്ളത്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ എന്നാലും പിള്ളേർക്ക് വേണ്ടിയും അല്ലെങ്കിൽ അതൊക്കെ ഞാൻ ചെയ്യണ്ടേ. എന്നാലും ഓണം എന്ന് പറയുമ്പോൾ ആ പഴയ ഓർമ്മ, തൃക്കാക്കര ഉണ്ടാക്കുന്നതും മൂത്രം ഇടുന്നതും അതുപോലെ ഓണം കൊള്ളുന്നതും അടയുണ്ടാക്കുന്നതും ഉപ്പേരി വറക്കുന്നതും അതൊക്കെ എന്തൊരു സന്തോഷമുള്ള കാര്യമാണെന്നറിയാം. ഇപ്പോഴത്തെ കുട്ടികളോട് പറഞ്ഞാൽ അതൊന്നും മനസ്സിലാവില്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്കും അതുപോലെയുള്ള ഓർമ്മകൾ ഉണ്ടായിരിക്കും.
എന്റെ ഉം. എന്റെ അമ്മയാണ് ഞങ്ങളെ വളർത്തിയിരിക്കുന്നത്. അച്ഛനില്ലായിരുന്നു എനിക്ക്. അച്ഛൻ നേരത്തെ തന്നെ മരിച്ചുപോയി. അത് കാരണം അമ്മയാ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണം. പെൺപിള്ളേരല്ലേ, അപ്പൊ കെട്ടിച്ചു കൊടുക്കുമ്പോൾ അവിടെ ചെയ്യണ്ടേ. അത് കാരണം എല്ലാം ചിട്ടയായിട്ട് എല്ലാം ചെയ്യിപ്പിച്ച് അങ്ങനെയാ എന്റെ അമ്മ ഞങ്ങളെ വളർത്തിയിരിക്കുന്നത്. അതൊക്കെ ഭയങ്കര. അമ്മയില്ല ഇപ്പൊ. എനിക്കിപ്പോ ഞാനും എന്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ വീട്ടില്. പിന്നെ കുട്ടികൾ രണ്ടുപേരുണ്ട്. ഏഹ് അതെ, വോയിസ് മ്യൂട്ട് ചെയ്യട്ടെ ബാക്കിയുള്ളവരെ. ഒരാൾ സംസാരിക്കുമ്പോൾ പറഞ്ഞോളൂ മാം. പിന്നെ പറയാനായിട്ട് ഇപ്പോ എന്ന് പറഞ്ഞാല് ബിസിനസ്സുകാരുടെ ഓണല്ലേ. നമ്മൾക്ക് അതെ. എന്തെങ്കിലുമൊക്കെ കുറെ സാധനങ്ങൾ വാങ്ങിക്കുക, പിന്നെ അതിന്റെ കാര്യങ്ങൾ അങ്ങനെയുള്ള തുണി വാങ്ങിക്കുക, പിന്നെ പുതിയ പുതിയ എന്തെങ്കിലും ടിവിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, കാർ വാങ്ങിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോരുത്തരുടെ സാമ്പത്തികം അനുസരിച്ച്. അതാണ് ഇപ്പൊ തൃശ്ശൂർ ജില്ലയിൽ ഞാൻ നോക്കിയിട്ട് അവിടെ എന്തെല്ലാം കാര്യങ്ങൾ. ഒന്നാം ഓണത്തിന്റെ ഉത്രാടത്തിന് തന്നെ ഉത്രാടപ്പാച്ചിലെല്ലാം കഴിഞ്ഞിട്ട് അതിന്റെ കുറെ കാര്യങ്ങൾ കഴിഞ്ഞ് തിരുവോണം, പിന്നെ അവിട്ടം, ചതയം, പിന്നെ പൂരുരുട്ടാതി, ഉത്രട്ടാതി, അങ്ങനെയൊക്കെയുള്ള ഓരോ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. പുലികളിയാണെങ്കിലും അവിടെ വള്ളംകളിയാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും ഒക്കെ വളരെയധികം പൂക്കളം ഇടുന്നതിന് മത്സരമല്ലേ. കൂട്ടുകാരെല്ലാവരും കൂടി പൂ പറിക്കാൻ പോകുന്നതും അതുപോലെ പൂക്കളം ഇടുന്നതും പൂവിളി ആർപ്പ് വിളിക്കുന്നതും ഒക്കെ, തൃക്കാക്കരുപ്പൻ അണിയിക്കുന്നത് തന്നെ അതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഓർമ്മകളിലൂടെ ഞാൻ ഈ 70 വർഷം കടന്നുപോയി. 60 70. അപ്പൊ നിങ്ങൾ അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ഓണം ആശംസിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും വീണ്ടും പറയുകയാണ്. എല്ലാവരെയും ഈ നമ്മുടെ കൊച്ചേച്ചി ഫാമിലിയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരുടെ കഴിവുകളും ഇതിനകത്ത് കൊണ്ടുവരണം. പാട്ടായാലും ഡാൻസ് ആയാലും പ്രസംഗമായാലും മിമിക്രി ആയാലും എല്ലാ പരിപാടിയാണെങ്കിലും ഞാനും അതുപോലെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ എനിക്ക് ഓണം എന്ന് പറഞ്ഞാൽ തീരാറായ ഒരു ഓണം എന്നൊക്കെ എനിക്ക് തോന്നാറ്. എന്നാലും എനിക്ക് തന്നിട്ടുണ്ട്. കുറെ നാളൊക്കെ ഞാൻ ഓണം ആഘോഷിച്ചില്ലേ. അപ്പൊ അതിന് തന്നെ ദൈവം തന്നില്ലേ, എനിക്ക് അത്രയും ആയുസ് തന്നില്ലേ. അതുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്നു. അങ്ങനെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിർത്തുവാണേ. ഓക്കെ, ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു. അടുത്തതായിട്ട് ഞാൻ ചെറുതായിട്ടൊരു മെസ്സേജ് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളിപ്പോ അതായത് നമ്മള് കൊച്ചേച്ചി ഫാമിലിയിലാണ് ഈ ഒരു ഓണാഘോഷം. ഞാൻ കഴിഞ്ഞ വർഷം ഈ ഓണം ഇങ്ങനെ ഒരു ഓണം പ്രതീക്ഷിച്ചിട്ടില്ല, അല്ലെങ്കിൽ സംഭവിക്കുമെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ട് പോലുമില്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നാഴികക്കല്ലാണ്. ഞാൻ മുൻപ് പലതവണ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ് മറ്റുള്ളവരെ എന്തെങ്കിലും എനിക്ക് അറിയാവുന്ന കഴിവുകൾ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ എന്തെങ്കിലും ഹെൽപ്പ് എന്നെ കൊണ്ട് ചെയ്യുക എന്നുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. അതെൻ്റെ ഒരു ബിസിനസ്സായിട്ട് എടുക്കാൻ പറ്റിയതിൽ ഭയങ്കരമായിട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, അപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഓണം സ്പെഷ്യലാണ് എനിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓണാശംസകൾ. പിന്നെ നമ്മൾ പറഞ്ഞു വരുന്നത്, ഇതൊരു വെറും ഒരു കൂട്ടായ്മയല്ല. സ്ത്രീകളെ പ്രത്യേകിച്ച് ഞാൻ തിരഞ്ഞെടുത്തത് അതുകൊണ്ടാണ്. നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്ത്രീകൾക്ക് ഒരുപാട് ശക്തിയുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഉള്ളിലെ ഉണ്ടായിരുന്ന കുറെ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് കഴിവുകളുണ്ട്, ഒരുപാട് ബുദ്ധിയുണ്ട്, ചിന്തിക്കാനുള്ള കഴിവുണ്ട്, ഒരുപാട് ഐഡിയാസ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് പലപ്പോഴും ഇല്ലാതെ ഇരുന്നത് ഒരു കോൺഫിഡൻസ് ആണ്. ആ കോൺഫിഡൻസ് ഇല്ലായ്മയുടെ കാരണം നമ്മുടെ സമൂഹത്തിന്റെ ഒരു സെറ്റപ്പാണ്. കോൺഫിഡൻസ് ഇല്ലാതെ ആക്കിയതാണ്. അതായത് പഴയകാലം തൊട്ട് തന്നെ ഇപ്പം ഭവാനി മാം പറഞ്ഞതുപോലെ നമ്മളെ കൊണ്ട് വീട്ടിലെ ഒരു ഉത്തരവാദിത്വത്തിന്റെ ഒരു ചുമതലയാണ് നമുക്കുള്ളത്. അപ്പൊ അതിൽ നിന്ന് മാറി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം ഇല്ലാതായി പോവോ, അല്ലെങ്കിൽ ഉത്തരവാദിത്വം നമ്മുടെ കടമ നിർവഹിക്കാൻ പറ്റാതെ ആവുമോ? അറിയാലോ, ജോലിക്ക് പോകുന്ന സ്ത്രീകളുടെ ഒരു മാനസിക സമ്മർദ്ദം, അവരുടെ കുട്ടികളെ വീട്ടിലാക്കി പോകുന്നു. അപ്പൊ ആ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് അവര് മാറി പിന്നെ അവർ ജോലിക്ക് പോകുമ്പോൾ കുറ്റബോധത്തോടു കൂടിയിട്ടാണ് പല സ്ത്രീകളും ജോലിക്ക് പോകുന്നത്. അറിയാലോ, അത് നമ്മുടെ ആ മാതൃത്വം എന്ന് പറഞ്ഞ ആ ഒരു കടമ, അത് വലിയൊരു കടമയാണ്. അതുകൂടാതെ ഭാര്യ പദവി, ഇപ്പൊ പറഞ്ഞ പോലെ കുടുംബം മൊത്തം നമ്മുടെ കസ്റ്റഡിയിലായിരിക്കും. ഭർത്താവ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഭർത്താവ് അധ്വാനിച്ച് വരുന്നുണ്ട് എങ്കിൽ പോലും മെയിനായിട്ട് സ്ത്രീക്കാണ് ഉത്തരവാദിത്വം. അപ്പൊ അതുകൊണ്ട് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറിയിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഒരു ബിസിനസ് ചെയ്യുക, സ്വന്തമായിട്ട് ഒരു സ്ഥാപനം നടത്താന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പ്രഷർ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ആത്മവിശ്വാസക്കുറവ്. അത് ആത്മവിശ്വാസക്കുറവായിട്ട് ഞാൻ കാണുന്നില്ല. അത് കാണുന്നത് നമ്മൾ എന്താ പറയില്ലേ, കൂടുതൽ സ്ട്രെസ് വരുന്നത് കൊണ്ടാണ്. അപ്പൊ അത് മാറി നമ്മളൊരു 40+ ഒക്കെ കഴിഞ്ഞ് നമ്മളെല്ലാ ഉത്തരവാദിത്വങ്ങളും ഭംഗിയായി ചെയ്തതിന് ശേഷം നമ്മളിപ്പോ ഫ്രീ ആണെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവരും ഫ്രീ ആവണമെന്നില്ല. പക്ഷെ നമ്മൾ മെന്റലി ഫ്രീ ആവണം. മെന്റലി ഫ്രീ ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെഡിയാണ്, എനിക്ക് ഈ കഴിവുണ്ട്, എനിക്കിത് ചെയ്യണം. ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവണം. അതാണ് ഏറ്റവും ആദ്യത്തെ. അതായത് നിങ്ങൾ ഒരാളെയും ഭയക്കേണ്ടതില്ല, നിങ്ങൾ ഒരാളോടും എന്താ പറയുക, നിങ്ങളെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതില്ല.
നിങ്ങൾ എന്ന വ്യക്തിക്ക് ഉള്ള കഴിവ്, നിങ്ങൾക്ക് കുക്കിങ്ങിലാണ് താല്പര്യം, പലരും ഇവിടെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ, അത് സ്റ്റിച്ചിങ് ആവട്ടെ അല്ലെങ്കിൽ എന്താവട്ടെ, ജ്വല്ലറി ആവട്ടെ, എന്ത് വർക്ക് ആവട്ടെ, അതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് 100% നിങ്ങൾ ഉറപ്പിക്കുക. ഇത് എൻ്റെ ലൈൻ ആണ്, ഇതാണ് എൻ്റെ ജീവിതത്തിൽ ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന സംഗതി. അങ്ങനെ 100% ഉറപ്പിച്ച്, 100% അതിൽ ഡെഡിക്കേറ്റ് ചെയ്ത്, 100% ഇവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് നമ്മൾ എല്ലാവരും ഒരുമിച്ച്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സ്ത്രീ ശക്തി എന്ന് പറയുന്നത് നമ്മൾ കൂട്ടായി നിൽക്കുമ്പോൾ പരസ്പരം നമ്മൾ അറിയാതെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രചോദനമാവുന്നുണ്ട്, സപ്പോർട്ട് ആവുന്നുണ്ട്. അതിവിടെ എനിക്ക് ശരിക്കും ബോധ്യപ്പെടുന്നുണ്ട്. എവിടെ പോവാ? ഓക്കെ അല്ലേ? നമ്മൾ ഒരാളുടെ അനുഭവങ്ങൾ പറയുമ്പോൾ മറ്റുള്ള ആള് പഠിക്കുന്നത് മാത്രമല്ല, നമ്മൾ ശരിക്കും ഉൾക്കൊള്ളുന്നുണ്ട്. നമ്മുടെ ഒരു സഹോദരി ബന്ധം പോലെ ഇവിടെ പലരും പറഞ്ഞിട്ടുമുണ്ട്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് ഈ ഫാമിലിയുടെ ഏറ്റവും വലിയ, ഞാൻ പറയുന്ന, ഒരു വാല്യൂ ആയിട്ട് കാണുന്നത്. അതെല്ലാവരും മനസ്സിൽ വെക്കണം. നിങ്ങൾ പരസ്പരം സപ്പോർട്ട് ചെയ്യണം. അറിയുന്നവർ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം. അത് മാത്രമല്ല, നമ്മൾ പറയില്ല, കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞൊരു സംഗതിയില്ല. അപ്പൊ പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എല്ലാവരും ബിസിനസ് ചെയ്യുന്നവരാണ്. പലരുടെയും ബിസിനസ്, ചിലർ തുടങ്ങി, ചിലർ ആഡ് കൊടുത്തു, ചിലർ നല്ല റിസൾട്ട് വരുന്നു, ചിലർക്ക് ലീഡ്സ് വരുന്നില്ല. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായ നിങ്ങളുടെ വളർച്ച ഓരോ ദിവസവും ഒരു ചെറിയ പോയിന്റ്. ഇന്നിപ്പോ നിങ്ങളൊരു പരസ്യം കൊടുക്കണ്ട, ഇന്നൊരു റീൽ ഇട്ടു, നിങ്ങൾ സ്വന്തമായിട്ടൊരു വീഡിയോ എടുത്തു, നിങ്ങൾ സ്വന്തമായിട്ടൊരു എന്താ പറയുക, ചാറ്റ് ജിപിടിയിൽ ഒരു സംഭവം ചെയ്തു, അതാണ് നിങ്ങളുടെ വളർച്ച, ഒരു ദിവസത്തെ വളർച്ച. അപ്പൊ മറ്റുള്ളവരുടെ പോലെ ആയില്ലല്ലോ, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്നത്ര ലൈക്സ് എനിക്ക് കിട്ടുന്നില്ലല്ലോ, അത് ആരും ചിന്തിക്കരുത്. നിങ്ങൾ ഇവിടെ എത്തിപ്പെട്ടു, അത് തന്നെ വലിയൊരു നിങ്ങളുടെ വളർച്ചയുടെ ഏറ്റവും വലിയ തെളിവാണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ വന്ന ഓരോരുത്തർക്കും പറയാനുണ്ടാവും, നിങ്ങൾ വന്ന പോയിന്റിൽ നിന്ന് ഇവിടെ എത്തിയപ്പോൾ, അല്ലെങ്കിൽ ഇത്രയും ദിവസം ഇവിടെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കുണ്ടായ ഒരു വളർച്ചയുടെ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ചെറിയൊരു ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അത് മനസ്സിലാക്കുക, അത് ചെയ്യാൻ പറ്റുന്നെങ്കിൽ, ഞാൻ എപ്പോഴും പറയാറില്ലേ, സ്റ്റാർട്ടാണ് പ്രശ്നം. ഇനി നിങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, ഇനി ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, അതിനിടയ്ക്ക് നഷ്ടങ്ങൾ വരാൻ, ചിലപ്പോൾ ആഡ് കൊടുത്തിട്ട് നല്ല റിസൾട്ട് വന്നില്ല, അതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട. നിങ്ങൾ പലരെ അപേക്ഷിച്ച് പലരും ഇപ്പോഴും കൺഫ്യൂഷനിൽ ഇരിക്കുന്നവരുണ്ട്. നിങ്ങൾ ആ മറികടന്നു, ആ ബാരിയർ കടന്ന് നിങ്ങൾ തുടങ്ങി. അതാണ് എനിക്ക് പറയാനുള്ളത് മെസ്സേജ്. അതായത് നിങ്ങൾ ഓരോരുത്തരും സ്റ്റെപ്പ് എടുത്തവരാണ്, ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തവരാണ്, ഇനി പുറകോട്ടില്ല. ഓക്കെ, അതുപോലെ നമ്മുടെ ഗ്രോത്ത് മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യേണ്ട. ഓക്കെ, കമ്പയർ ചെയ്യാനാണെങ്കിൽ നമുക്ക്, ഇപ്പൊ ഞാൻ കമ്പയർ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് ഒരു വളർച്ച ഉണ്ടാവില്ല, എനിക്ക് ഡെസ്പായിട്ടിരിക്കാൻ നേരം ഉണ്ടാവുള്ളൂ. അതുപോലെ കമ്പയർ ചെയ്യല്ല വേണ്ടത്, നമ്മൾ ഇന്നത്തെയും കൂടി നമ്മുടെ വളർച്ചയാണ് കമ്പയർ ചെയ്യേണ്ടത്, മറ്റുള്ളവരായിട്ടുള്ളത് കമ്പയർ ചെയ്യേണ്ട. നിങ്ങൾ ഇന്നലെ പോലെ തന്നെയാണ് ഇന്നും എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വറി ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, നിങ്ങൾ ഓരോ ദിവസവും എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, പിന്നെ മാഡം പറഞ്ഞ പോലെ ഓണത്തിന്റെ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ, പഴയ കാലത്തെ ഓണവും ഇന്നത്തെ ഓണവും തമ്മിലുള്ള മെയിൻ വ്യത്യാസം ഇത് തന്നെയാണ്. നമ്മൾ പണ്ട് പറയില്ലേ, ദാരിദ്ര്യത്തിൽ ജീവിച്ചിരുന്ന ആ സമയത്ത് നമുക്ക് സദ്യ ആയിരുന്നു മെയിൻ അട്രാക്ഷൻ. പക്ഷെ ഇന്ന് എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നുമില്ല എന്ന് പറയുന്ന പോലെ. അതായത് സ്നേഹം, അല്ലെങ്കിൽ ആളുകൾ, അടുത്തുള്ളവര് അടുത്തില്ല, എല്ലാവരും ദൂരെയാണ്. അപ്പോൾ പ്രത്യേകിച്ചും പ്രായമായവര്, നമ്മുടെയൊക്കെ ഇനിയുള്ള സ്റ്റേജ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ കുട്ടികളും മക്കളൊക്കെ തിരിച്ചു വരുന്ന, അല്ലെങ്കിൽ വീട്ടിലേക്ക് വരുന്ന ഒരു ആഘോഷമായിട്ടാണ് ഇനിയോ അങ്ങോട്ട് ഓണം അറിയപ്പെടുക എന്നുള്ളതാണ് ഇന്നത്തെ തിരിച്ചറിവ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കൂട്ടായ്മ അങ്ങനെ തന്നെയാണ് ഇപ്പൊ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നു. ക്ലാസ്മേറ്റ്സ് ആയാലും ഓഫീസിലായാലും എല്ലാവരും കൂട്ടായ്മയാണ് ഇപ്പൊ ഓണം. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് പോവാം. ഇനി ഹേമ മാഡം സംസാരിക്കുന്നുണ്ട്, അത് 1-2 പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. അതല്ലേ മാഡം? ഓക്കെ അല്ലേ? മതി, ലാസ്റ്റ് മതി മാം. ലാസ്റ്റ് അല്ല, ഇടയ്ക്ക് പുട്ടിന് തേങ്ങ കൊടുക്കുന്ന പോലെ ഒരു പരിപാടി. ഓക്കെ, അപ്പൊ അതിൽ ഏറ്റവും ആദ്യം ഞാൻ വിജിത എനിക്കൊരു ഡാൻസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ലൈവായിട്ട് ഡാൻസ് ചെയ്യാൻ ചിലപ്പോൾ ടെക്നിക്കൽ ബുദ്ധിമുട്ടുകൾ വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഞാൻ ആ ഞാൻ വിജിത, ഒരു തിരുവാതിരക്കളി സെറ്റ് ആക്കിയിട്ട് മെയിലിൽ അയച്ചിട്ടുണ്ട്, അതൊന്നും നോക്കാൻ. ഏതാ മെയിലില് അതാണോ എടുക്കേണ്ടത്? ആ നോക്കട്ടെ. ആ, വിജിത അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നു കേട്ടോ, തിരുവാതിരയാണ്. അപ്പൊ ഇത് വേറെയാണോ? അപ്പൊ രണ്ടും കാണിക്കാലോ. ഒരു മിനിറ്റ്, ഞാൻ ഡൗൺലോഡ് ചെയ്യട്ടെ. ഓണായതുകൊണ്ട് ഒരു ആ രസത്തിന് ചെയ്തതാണ്. ആ എന്തൊരു ഇത്രയും ടാലന്റ് ഉള്ള ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പില് ഉണ്ട്. അപ്പൊ ആദ്യം തിരുവാതിര കളിയായിട്ട് തുടങ്ങാം അല്ലെ? ഡൗൺലോഡ് ആവുന്നു. കുറച്ച് ഗെയിംസും ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യണേ, ഇത്തിരി ഫാസ്റ്റ് ആക്കാം.
റോസ്മേരി മാം, പിന്നെ ആരൊക്കെയാണ് ഇവിടെ പുതിയതായിട്ട് കണ്ടേ? ക്ലാസ്സിൽ വന്നില്ലല്ലോ കഴിഞ്ഞ ദിവസം. ഞാന് കഴിഞ്ഞ ദിവസം ഒന്നും വന്നില്ല. ഒന്ന് വീഡിയോ ഓണാക്കൂ, ഞാൻ കണ്ടില്ല, ആളെ കണ്ടില്ല. ഞാൻ ഉടുപ്പൊന്നും മാറിയിട്ടില്ല. ഞാനേ ഒരു സിനിമ കണ്ടിട്ട് വന്നേക്കണം. മിനി സിനിമ കണ്ടു മിനി വന്നിറങ്ങിയായിരുന്നു. അതെ, ശരി, കുഴപ്പമില്ല. അപ്പൊ സിനിമ തിരക്കിട്ട് സിനിമയ്ക്ക് പോയിക്കായിരുന്നു. സിനിമയ്ക്ക് പോയിക്കായിരുന്നു. അപ്പൊ ഞാൻ ആ തിരിച്ചു വന്ന് ഉടുപ്പൊക്കെ മാറി വന്നിരുന്നതേ ഉള്ളൂ. ഓ അല്ല, ഞാൻ സാധാരണ ഡ്രസ്സ് ഇട്ടേക്കണം. ഒന്നും ഇങ്ങനെ എക്സ്ട്രാ എന്താണ് ഓണത്തിന്റെ ഒന്നും ഇട്ടില്ല. അപ്പൊ ഒരു അതൊക്കെ എനിക്ക് സാരി. മടിയാണ്. എനിക്ക് ഒരു ഭയങ്കര സാരി ബുദ്ധിമുട്ടാണ്. സാരി സാരി എടുത്ത ഉടുത്തിട്ട് അതൊക്കെ മടിയാ. ഇന്നലെയൊക്കെ പിള്ളേരെയൊക്കെ സാരി എടുപ്പിക്കലും ഒക്കെ ആയിരുന്നു അവരുടെ ഉം, പരിപാടികൾക്കൊക്കെ. ആ അതൊക്കെ കഴിഞ്ഞ് ഇന്നിപ്പോ എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഈ സിനിമയ്ക്ക് പോയി. അത് 2-3 ദിവസം മുമ്പ് നമ്മൾ ബുക്ക് ചെയ്തതാ. അപ്പൊ പിന്നെ സമയമൊന്നും മാറ്റിയില്ല. അങ്ങനെ ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. എന്തായാലും നല്ല തുടങ്ങും. ആ ഡാൻസ് ആ ചെയ്യണം. ആ അതെ, ഡാൻസ്. കേൾക്കുന്നില്ലേ സൗണ്ട്? ഇപ്പൊ ഞാൻ ഓഫ് ചെയ്തു. ഹലോ. ഈ സെറ്റിന്റെ കര മാത്രമേ കണ്ടുള്ളൂ. അപ്പൊ കേൾക്കുന്നുണ്ടായിരുന്നല്ലോ അല്ലെ? ശരി. ശബ്ദം കേട്ടില്ല. കര അപ്പൊ പൂക്കളം കണ്ടു. ആ ജപമാലകൾ ചാർത്തി ഗുരുവായൂർ പാലിന്റെ കണി കാണിടും മന്ദാരം തുളസി ജപമാലകൾ ചാർത്തി ഗുരുവായൂർ പാലിന്റെ കണി കാണിടും. ശബ്ദമില്ല. ശബ്ദം കട്ടായി. കൊണ്ടും മഞ്ഞത്തോടിൽ ചുറ്റിക്കൊണ്ടും മണിക്കുഴലൂതിക്കൊണ്ടും കണി കാണിടും. മഴത്തേനും ചൂടിക്കൊണ്ടും മഞ്ഞത്തോടിൽ ചുറ്റിക്കൊണ്ടും മണിക്കുഴലൂതിക്കൊണ്ടും കണി കാണിടും. ചിത്തിമന്ദാരം തുളസി ജപമാലകൾ ചാർത്തി ഗുരുവായൂർ പാലിന്റെ കണി കാണിടും. കഴിയുമ്പോൾ മസാനത്തോ വഴിയുമ്പോൾ ഗോപിനാഥോദിക്കുന്നോരുടെ കാണണം. മാതച്ചാത്തോ കഴിയുമ്പോൾ വാസനത്തോ വഴിയുമ്പോൾ ഗോപിനാഥോദിക്കുന്നോരുടെ കാണണം. മന്ദാരം തുളസി ജപമാലകൾ ചാർത്തി ഗുരുവായൂർ പാലിന്റെ കണി കാണണം. മന്ദാരം തുളസി ജപമാലകൾ ചാർത്തി ഗുരുവായൂർ പാലിന്റെ കണി കാണണം. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ. കയ്യൊക്കെ എങ്ങനെയാ? കൈയ്യടി കയ്യടിക്കും. കേൾക്കാലോ? ഇഷ്ടപ്പെട്ടില്ലേ? സൂപ്പറായി. കൺഗ്രാറ്റ്സ്. നല്ല ഡാൻസും. കുട്ടികള് അവരുടെ കുട്ടികളായിരിക്കും അല്ലെ? കുഞ്ഞുങ്ങള് കുട്ടികള് ആരാണ്? മോള് ഒരാളല്ലല്ലോ, പിന്നെ ഒരു ആൺകുട്ടിയല്ലേ? പറയൂ. രണ്ടുപേരും ഉടുപ്പിട്ടിട്ടുണ്ടല്ലോ. അതെയാ, അത് ശരി. ഞാനൊരു ആൺകുട്ടിയാന്ന് വിചാരിച്ചേ. ഓക്കെ, അവരും നല്ല ഇതാണ്. അമ്മയുടെ ടാലന്റ് കിട്ടിയിട്ടുണ്ട് രണ്ടാളും. അതെ. കോമള മേഡം എവിടെ? പ്രൗഡ് മദർ ഇൻ ലോ എവിടെ പോയി? കോമള മേഡം കണ്ടോ? ഇഷ്ടായ? മിണ്ടാതിരിക്കാനല്ലേ ഞങ്ങളൊന്നും അറിയിക്കാതെ ഇങ്ങനെ ഒരു മരുമകള്. കാരണോണ്ടാ അപ്പൊ അത് ഏ ഇഷ്ടായി. കോമളമേള ഇവിടെ വന്നു. അതാണോ? സ്കൂളില് ഏ എന്നതാ പറയുന്ന? അപ്പൊ ഇനി അടുത്തത് പാട്ട് പാടുന്നത് ആരാണ്? പാട്ട് പാടുന്നത് മിനി, അതുപോലെ ലൈല, പിന്നെ കോമള മാഡത്തിന്റെ വക പാട്ടുണ്ട് കേട്ടോ. അത് വരാം. മിനി പാടിക്കോളൂ. അത് കഴിഞ്ഞിട്ട് ലൈല പാടാം. മിനി ഓണപ്പാട്ട് പാടാനുണ്ടാ? മാപ്പിളപ്പാട്ട് പോരെ? അങ്ങനെയാണ് വേണ്ടത്. നമ്മൾ ഇവിടെ എന്താ പറയാ, എല്ലാ ഓണാഘോഷവും ഐഡിയൽ ഓണാഘോഷമാണ് ഇവിടെ. എല്ലാ മതവിഭാഗങ്ങളും
നമ്മൾ ആ ഒരുമിച്ചാണ് എന്നുള്ളതാണ് നമ്മുടെ മെസ്സേജ്. ആ ആണോ ഇനി ഇതിന്റെ ഇനി ഓർമ്മയില്ലായിരുന്നു. അടുത്തുണ്ട്. ഫോൺ കിട്ടിയോ? ആ കിട്ടി ചേച്ചി കിട്ടി. ഓ സമാധാനം. ആ ഇത് നിങ്ങളുടെ പോയി പേരെന്താ? നോക്കട്ടെ. പേര് കേട്ടില്ല. കൃഷ്ണ ഗോവിന്ദ ആനന്ദ സച്ചിദാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി. അമ്പലപ്പുഴി ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ. കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. പ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവെക്കുവാനോടി വന്നതാണു ഞാൻ. രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായോടി വന്നതാണു ഞാൻ. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ. അഗ്നിസാക്ഷിയായി താലി ചാർത്തിയൻ ആദ്യാനുരാഗം ധന്യമാകും മന്ദകോടിയിൽ ഞാൻ മൂടി നിൽക്കവേ ആദ്യാഭിലാഷം സഫലമാകും. നാലാളറിയെ കൈപിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കാം. യമുനാ നദിയായി ഇളകും നിലവിൽ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോടി വന്നോ. മിനി ഒന്ന് മ്യൂട്ടായി. ആ ഓക്കെ കഴിഞ്ഞു. ലാസ്റ്റ് പെട്ടെന്ന് അത് അറിയാതെ മ്യൂട്ടായിപ്പോ. എല്ലാവരും ഒരാൾ പാടുമ്പോ എല്ലാവരും മ്യൂട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ അടിപൊളി മിനി, എന്തൊരു നല്ല സൗണ്ടാണ്. അടിപൊളി. നല്ല ശബ്ദം. നന്നായിട്ടുണ്ട് മിനി. പാടുന്നുണ്ട് അല്ലെ? പ്രൊഫഷണൽ സിംഗർ ആണോ? പാടും, പള്ളിയിൽ പാടും, പിന്നെ അല്ലാതെ ഇവിടെ പരിപാടിക്കൊക്കെ പാടും. മൊത്തം കലാപരിപാടികളാണല്ലേ. മിനി നല്ലൊരു സ്പോർട്സ് സ്റ്റാർ കൂടിയാണ് അല്ലെ? വോളിബോൾ ഏതാ പറഞ്ഞേ? ഞാൻ ലോങ് ജമ്പ് ആയിരുന്നു, ഇപ്പൊ നെറ്റ്ബോളിന്റെ ട്രഷറാണ്, ആ പിന്നെ ഒളിമ്പിക് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ്. അങ്ങനെ ഓ ഓ അത് ശരി. പാലക്കാട് ജില്ല എവിടത്തെ ഒളിമ്പിക് അസോസിയേഷന്റെ? പാലക്കാട് ജില്ലയുടെ വൈസ് പ്രസിഡന്റ് ആണ്. അത് ശരി. ഓ ഭയങ്കര പ്രൊഫൈലാണല്ലോ. അപ്പൊ സ്കൂൾ തലത്തിലൊക്കെ സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലൊക്കെ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. ഗ്രേറ്റ്, കൺഗ്രാസ്. ഇനി അടുത്തതായിട്ട് നമ്മുടെ ലൈല മാഡം മാപ്പിളപ്പാട്ട്. ഞാൻ കരോക്കെ വെച്ചിട്ട് പാടട്ടെ. പാടിക്കോളൂ. അപ്പൊ എന്നാ ഞാൻ യൂട്യൂബിൽ നിന്ന് എടുക്കട്ടെ കേട്ടോ. യെസ്. ബാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ. പാടട്ടെ. വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുമോ? വീഡിയോ ഓൺ ചെയ്താലാണ് ഓക്കെ ഓക്കെ ഓക്കെ. കാണണ്ട വീഡിയോ ഓൺ ചെയ്തപ്പോ കാണുന്നുണ്ടോ? യെസ് കാണാം, കറക്റ്റ് ആണ്. റെഡി. മാണിക്യമലരായ പൂരി മഹതിയാൻ മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി
വിലസിടും നാരി മാണിക്യമലരായ ഭൂമി മഹതിയാം സതീരതി മക്കളെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി വിലസിടും നാരി. കരോക്കെ കേൾക്കുന്നില്ല കേട്ടോ. അപ്പൊ എന്താ അത് കേൾക്കുന്നില്ലല്ലോ. ഇല്ല ചേച്ചി, ഒക്കെ സൗണ്ടിൽ വെച്ചാ കേൾക്കും. സൗണ്ടിൽ വെച്ച കരോക്ക വേറെ ഫോണിലല്ലേ? കേൾക്കാല്ലേ? കരോക്ക വേറെ ഫോൺ സൗണ്ടിൽ വെക്കാം. കാത്തിമുന്നിടിയെ വിളിച്ചു കച്ചവടത്തിനയച്ചു കണ്ട നേരം കൊൽവിനുള്ളിൽ മോഹമൂടിച്ചു. കച്ചവടവും കഴിഞ്ഞ് മുത്തിറത്തൂലുള്ളവന്ന് കല്യാണാലോചനയ്ക്കായി ബീവി തൂണിഞ്ഞേ മാണിക്യമലരായ പൂവി മഹതിയാം ഖദീജബി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി വിലസിടും നാരി. മാക്സിമം വോളിയം വെച്ച് നോക്കൂ വെച്ചിട്ടുണ്ട്. സ്പീക്കറിൽ. ശ്രീലത മാമിനെ കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ. ഒരു മിനിറ്റ്, മ്യൂട്ട്. പാട്ട് കേൾക്കട്ടെ. തോഴിയെ ബീവി വിളിച്ച് കാര്യമെല്ലാരും അറിയിച്ച് മയനബൂത്വാലിബിന്റെ അരികിലയച്ച് കല്യാണ കാര്യമാണ് ഏറ്റവും സന്തോഷമാണ് കാര്യമാബൂത്വാലിബിനും സമ്മതമാണ് സമ്മതമാണ്. മാണിക്യമലരായ പൂവി മഹതിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി വിലസിടും നാരി. അടിപൊളി, നല്ല നല്ല ട്യൂൺ. നന്നായി മാം. സൂപ്പറായിട്ടുണ്ട്, നന്നായി. കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. ഇനിയുണ്ടാ? കരോക്കെ ആവുമ്പോ അങ്ങനെയാ. കരോക്കെ കേൾക്കാത്ത കാരണേ. അതല്ലേ. ബീവി ഖദീജാദിയെന്ന് പുതുമണവാട്ടി ചമഞ്ഞ് മുത്തുനബിയുള്ള പുതുമാരൻ ചമഞ്ഞ് മന്നവന്റെ കൽപ്പനയാൽ മംഗലനാളും പുലർന്ന് മാതൃകരാം ദമ്പതിമാരിൽ മംഗളം നേർന്ന് മാണിക്യമലരായ പൂവി മഹതിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി വിലസിടും നാരി. മാണിക്യമലരായ പൂവി മഹതിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി വിലസിടും നാരി. താങ്ക് യു. ആ ചെറുപ്പത്തിലൊക്കെ പാടിയൊക്കെ കേൾക്കുന്ന ആളാണ് തോന്നുന്നു അല്ലേ? ചെറുപ്പത്തിലൊക്കെ നന്നായി പാടി സ്റ്റേജൊക്കെ കയ്യടിയൊക്കെ വാങ്ങിയിരുന്ന ആളാണെന്ന് തോന്നുന്നു അല്ലേ? നന്നായിട്ടുണ്ട് കേട്ടോ മാഡം. അതെ. കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി. നല്ല പാട്ട്. ആ കൊറേ നാളത്തിന് ശേഷം ഇപ്പൊ കേൾക്കുന്നില്ലല്ലോ. ഞാന് പാടാറുണ്ട്. ടൂറൊക്കെ പോകുമ്പോ പാടും. ഇപ്പൊ ഇനി നാളെ വീട്ടിലൊരു പരിപാടി ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് ശേഷം തകർക്കാനുള്ള പരിപാടി ഉണ്ട്. അപ്പൊ അതിന്റെ വാട്സപ്പ് മെസ്സേജ് അപ്പുറത്തുണ്ട്. ഓണക്കല്ലേ, അപ്പൊ നാളെ വീട്ടിൽ നിന്ന് അവിടുന്ന് വിരുന്നാണല്ലോ, മക്കളുടെ വീട്ടിൽ നിന്ന് വിരുന്ന. അപ്പൊ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഓണപരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. പാട്ട് അങ്ങനെയൊക്കെ പാടാറുണ്ട്. അതെ.
അപ്പോ ശരി, താങ്ക് യു. ഓക്കെ, താങ്ക് ഇനി യു. അടുത്തതാരാണ്? കോമളം മാഡം എവിടെയാ? പാട്ടുകളും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹേമ മാഡത്തിന്റെ സ്പീച്ചും പിന്നെ നമുക്ക് സ്പീച്ചിനൊന്നും പറയല്ല മാം. അയ്യോ അതല്ല സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ഇവിടുത്തെ മൈസൂരിലെ സംഭാഷണം. അനുഭവങ്ങള് ആ കോമളം മാഡം വരൂ. പറയാം. രണ്ടുപേര് മാത്രം. അതെയാ, അത്രേ ഉള്ളൂ. നോക്കട്ടെ. ആ എല്ലാവരും പറയണം. വരാണെങ്കിൽ ഈ ഗ്രൂപ്പിൽ എല്ലാവരും പറയണം കേട്ടോ, ഈ ഗ്രൂപ്പിലുള്ളവർ എന്തെങ്കിലും. എല്ലാവരും പറയണം. അതെ, എല്ലാവർക്കും പറയാനുള്ള ഒരു അവസരം. പാടണമെന്നൊന്നുമില്ല എന്തേലും. മോളിയിട്ടുള്ള ഒരു ഇത് മാത്രമേ ഉള്ളേ, അപ്പൊ നമ്മള് പാടാറുന്നില്ലേ, നോക്കട്ടെ. ആ. സിനിമ പാട്ട് കേട്ടോ. അടി കഴിയുമ്പോ അപ്പൊ നോക്കാം. ഓക്കെ എല്ലാവരും മ്യൂട്ട് ചെയ്യും. പാടിക്കോളൂ. പാടാല്ലേ? ആ. ഓമലാളെ കണ്ടു ഞാൻ പോന്തിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിച്ച നീലരായിൽ. ഓമലാളെ കണ്ടു ഞാൻ പോന്തിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിച്ച നീലരായിൽ. നാലു നീലപ്പന്തലിട്ടു വാനിലമ്പിലേ, നാഗസരമേളവിട്ടു പാതിരാതിലേ. നാലു നീലപ്പന്തലിട്ടു വാനിലമ്പിലേ, നാഗസരമേളവിട്ടു പാതിരാതിലേ. ഏകയായി രാലോലയായി പൊങ്കലിൽ വന്നവൾ പൊന്നു. ഏകയായി ജഗലോലയായി പൊങ്കലിൽ വന്നവൾ പൊന്നു. ഓമലാളെ കണ്ടു ഞാൻ പോന്തിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. ഞാൻ തൊഴുന്ന കോവിലിലെ ദേവിയാണവൾ, ഞാൻ കൊതിക്കും ദേവലോകറാണിയാണവൾ. താരമാണവൾ, ശിവരാഗമാണവൾ, താലിചാർത്തും ഞാനവൾക്ക് നീലരാവിൽ. ഓമലാളെ കണ്ടു ഞാൻ പോന്തിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. നാലു നീലപ്പന്തലിട്ടു വാനിലമ്പിലേ, നാഗസരമേളവിട്ടു പാതിരാതിലേ. അത്ര മതി. ഫുള്ളായില്ലോ. ഫുള്ള് പാടി നോക്കിട്ടാണോ പാടുന്നെ? രണ്ടുപേരും കൂടി ഒന്ന് അവസാനിക്കണ്ട. ഞാൻ കണ്ട പ്രേമനസീറിന്റെ പാട്ടാണ്. എന്തൊരു രസമായിരുന്നു. നല്ലൊരു പാട്ട്. മാഡം കുറച്ചൊന്ന് സൗണ്ട് കൂട്ടിച്ചാൽ ഒന്നുകൂടി ഒരു നല്ല രസമുള്ള പാട്ടാ. അതെ, ഇനി പാടുമ്പോഴേ കുറച്ചും കൂടി നല്ല വോളിയത്തിൽ പാടണം കേട്ടോ. നമ്മൾ വിചാരിക്കും വോളിയം ഉണ്ടായിരുന്നു അല്ലേ, ഇത്തിരി വോളിയം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് പാടുന്നുണ്ട്. അത് സിന്ദൂരപ്പൊട്ടോ ഏതായിരുന്നു ആ സിനിമ? സിന്ദൂരച്ചെപ്പ്. സിന്ദൂരച്ചെപ്പ്. അതെ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാ. അതുപോലെ അന്നെ കുത്തി കൊല്ലുന്നതല്ലേ അതിന്റെ അവസാനം പാട്ടല്ലേ. ഓക്കെ, അപ്പൊ കോമള മാഡത്തിന് എല്ലാവരും എന്താണ് അഭിപ്രായം പറയൂ എല്ലാവരും. ഇത് കോമള മാഡം പാടിയതാണോ? നന്നായി പാടിയിട്ടുണ്ട്. അയ്യോ, ആളെ കണ്ടില്ല കേട്ടോ. കുട്ടിയായിട്ട് മാറ്റമൊക്കെ ഉണ്ടല്ലോ. കൈ അടിക്കുക.